മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീരെടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീരെടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീരിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിന് അധികാരമുണ്ട്. നീ എൻ്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എൻ്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബ അവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെയും വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്ത് വിട്ട് തന്നെ പുറത്താക്കി കളയോ, മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, 2 പേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. 2 പേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. 2 പേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മളെ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം.
നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ രണ്ടുപേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടു പോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ രണ്ടുപേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യുകയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയുകയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പന്നീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേര് എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്ക്. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാര, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. രത്നപുരം ഗ്രാമത്തിലെ 3 സുഹൃത്തുക്കളായിരുന്നു രമേശ്, സുരേഷ്, മുകേഷ്. ഇവർ പട്ടണത്തിലേക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ തീരുമാനിച്ചു. അവർ 3 പേരും കുട്ടിക്കാലം മുതലേ തന്നെ വളരെ നല്ല കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേർക്കും തമ്മിൽ നല്ല സ്നേഹവുമായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ അവർക്ക് ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ അവർ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു.
4 ദിവസമായുള്ള ഈ മഴ കാരണം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശാണെങ്കിൽ മുഴുവൻ തീർന്നും പോയി. പട്ടണത്തിൽ ചെന്ന് എന്തെങ്കിലും ജോലി കിട്ടിയാലേ ഇനി കാര്യങ്ങൾ നടക്കൂ. അതേടോ, എന്റെ കാര്യവും അങ്ങനെ തന്നെയാ. ആ മഴ കാരണം ഞങ്ങളുടെ വിളവെല്ലാം നശിച്ചുപോയി. വീട്ടിൽ കഴിക്കാൻ ഒരു മണി അരി പോലും ഇല്ല. മഴയിൽ എന്റെ വീട് പകുതി നശിച്ചുപോയി. പട്ടണത്തിൽ ചെന്ന് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്ന് വീടൊക്കെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്റെ അച്ഛനും അമ്മയും. അവർ 3 പേരും നടന്നു നടന്ന് ഒരു നദീതീരത്തേക്ക് എത്തി. ആ നദിക്ക് കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. എന്നാൽ മഴ കാരണം ആ പാലം തകർന്നു പോയിരുന്നു. അയ്യോ, ഈ പാലം തകർന്നിരിക്കുകയാണല്ലോ. പട്ടണം നദിയുടെ അങ്ങേക്കരയിലല്ലേ. എങ്ങനെ നമ്മൾ നദി കടക്കും? ആ, ഇവിടെ എങ്ങും ഒരു വഞ്ചി പോലും കാണുന്നില്ലല്ലോ. നമുക്കാണെങ്കിൽ പട്ടണത്തിൽ പോയല്ലേ പറ്റൂ. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി നീന്തി കടക്കേണ്ടി വരുമോ? എനിക്ക് മറ്റൊരു വഴിയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നീന്തി തന്നെ മുറിച്ച് കടക്കേണ്ടി വരുമെന്ന്. പക്ഷെ മഴ കാരണം നദിയിൽ ധാരാളം വെള്ളമുണ്ടല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നദി കടക്കാൻ. രമേശും സുരേഷും മുകേഷും അങ്ങനെ നദിയിലേക്ക് ചാടി. എന്നാൽ നദിയിൽ വെള്ളം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവൻ മരണ പോരാട്ടം നടത്തി വളരെ ബുദ്ധിമുട്ടിയാണ് മറുകരയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ എത്തിയപ്പോഴാണ് സുരേഷിന്റെ കയ്യിൽ ഒരു വിളക്കുള്ളതായിട്ട് എല്ലാവരും കണ്ടത്. അതെന്താണെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. സുരേഷേ, നിന്റെ കയ്യിലെന്താ? ഇത് നദിയിൽ നിന്ന് കിട്ടിയതാണോ? അതേടോ, നീന്തിക്കൊണ്ടിരുന്നപ്പോ ഇത് ദേഹത്ത് വന്ന് തട്ടി. അപ്പൊ ഞാനിത് എടുത്തുകൊണ്ട് വന്നു. ഇത് കണ്ടിട്ട് പിത്തളയാണെന്ന് തോന്നുന്നു. ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചാലോ? ഇത് അലാവുദ്ദീന്റെ വിളക്ക് പോലെ ഉണ്ടല്ലോ. സുരേഷേ, ഒന്ന് ഉരച്ചു നോക്കിയേ. ചിലപ്പോ വല്ല ജിന്നും പുറത്തു വന്നാലോ? സുരേഷ് ആ വിളക്കിൽ കൈ കൊണ്ടൊന്ന് ഉരച്ചു നോക്കി. അപ്പോൾ ആ വിളക്കിൽ നിന്നും ശരിക്കും ഒരു ജിന്ന് പുറത്തേക്ക് വന്നു. ആ ജിന്നിനെ കണ്ടയുടനെ അവർ 3 പേരും ശ്വാസം പോലും കഴിക്കാനാകാതെ അനങ്ങാതെ നിന്നുപോയി. ആരാണോ എന്നെ പുറത്തിറക്കിയത് അവന് നല്ലത് തന്നെ കൈവരും. ഇത്രയും നാൾ നദിയിൽ കിടന്ന് ഞാൻ തണുത്തു മരവിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആരും എന്റെ സഹായത്തിന് വന്നില്ല. ആജ്ഞാപിച്ചാലും യജമാനെ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? സുരേഷും രമേശും മുകേഷും പരസ്പരം നോക്കിക്കൊണ്ടു നിന്നു. പിന്നെ വിശ്വാസം വരാതെ അവർ 3 പേരും ജിന്നിനെയും നോക്കി. അല്ല, നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം നിൽക്കുകയാണോ? ഒന്നും പറയാനില്ലേ? ആജ്ഞാപിക്കൂ. എന്താഗ്രഹവും നിങ്ങൾക്ക് ഞാൻ നടത്തിത്തരാം. നീ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരും? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ. പക്ഷേ ഒരു കാര്യം, തെറ്റായതൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഞങ്ങൾ പട്ടണത്തിൽ പോയി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അതിന് ഞങ്ങളെ സഹായിക്കാനാവൂ? ആ, എനിക്കത് സാധിക്കും. പണം സമ്പാദിക്കാനായി ഞാൻ നിങ്ങൾക്കായി എല്ലാ സഹായവും ചെയ്യാം. ആണോ? എങ്ങനെയാണത്? നിങ്ങൾ 3 പേരും നഗരത്തിൽ പോയി ഒരു ഹോട്ടൽ തുടങ്ങൂ. എനിക്ക് മാന്ത്രിക റൊട്ടികൾ ഉണ്ടാക്കാൻ അറിയാം. നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് മാന്ത്രിക തന്തൂരി റൊട്ടി ഉണ്ടാക്കി തരും. നിങ്ങൾക്കത് വിൽക്കാം. പിന്നെ നോക്കിക്കോളൂ, നിങ്ങളുടെ കയ്യിൽ പണം കുമിഞ്ഞുകൂടും. പക്ഷെ നമ്മൾ എങ്ങനെയാ ഹോട്ടൽ തുറക്കുക? നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. അതിനു കടം വാങ്ങണം. ആവശ്യത്തിന് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരികെ കൊടുത്തേക്കാം. രമേശും സുരേഷും പിന്നെ മുകേഷും ജിന്നിനെയും കൂട്ടി പട്ടണത്തിലേക്ക് എത്തി. അവിടെ കടം വാങ്ങിയ പണം കൊണ്ട് ഒരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടലിന്റെ പേര് ജിൻഗാന എന്നും വെച്ചു. അവിടുത്തെ പ്രത്യേകമായ ഫുഡ് തന്തൂരി റൊട്ടിയായിരുന്നു. ജിന്നുണ്ടാക്കുന്ന തന്തൂരി റൊട്ടികൾ നല്ല സ്വാദിഷ്ടമായിരുന്നു. കൂടാതെ ആളുകൾക്ക് അതെല്ലാം ഇഷ്ടമാവുകയും ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവിടെങ്ങും ആ ഹോട്ടൽ പ്രശസ്തമായി. അവർക്ക് നല്ല വരുമാനവും കിട്ടിത്തുടങ്ങി. അങ്ങനെ അവിടെ നിന്നും തന്തൂരി റൊട്ടി കഴിക്കാനായി ആളുകളുടെ തിരക്കുണ്ടായി തുടങ്ങി. ജിൻ, നിങ്ങൾ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. നിങ്ങളുടെ മാന്ത്രിക തന്തൂരി റൊട്ടി ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ റൊട്ടിയുടെ സ്വാദ് ഗംഭീരമാണ്. നിങ്ങളുടെ ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് ആ തന്തൂരി റൊട്ടിയുടെ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? എന്റെ യജമാനെ, ഇത് ഞങ്ങൾ ജിന്നുകളുടെ ലോകത്തെ സീക്രട്ട് റെസിപ്പിയാ. എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കി തന്നോളാം. അങ്ങനെ നിങ്ങളുടെ ഈ ഹോട്ടൽ എന്നും നന്നായി തന്നെ പോകുകയും ചെയ്യും. അങ്ങനെ ഹോട്ടൽ തുടങ്ങി 1 വർഷമായി. രമേശും സുരേഷും മുകേഷിന്റെയും ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഒരു ധീരജ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഉടമയുടെ പേര് ധീരജ് എന്നായിരുന്നു. അത് വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലായിരുന്നു. എന്നാൽ രമേശും സുരേഷും മുകേഷും തന്തൂരി റൊട്ടി സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കുന്ന ഹോട്ടൽ തുടങ്ങിയതിൽ പിന്നെ ധീരജിന്റെ കഷ്ടകാലമായി. അവന്റെ ഹോട്ടലിന് ഒട്ടും തിരക്കില്ലാതെയായി മാറി. ധീരജിന് അത്ഭുതമായിരുന്നു. ഇതിനും മാത്രം എന്ത് പ്രത്യേകതയാണ് ഹോട്ടൽ ജിൻഗാനയിലെ ഫുഡിനുള്ളത്? മതി, കുറെയായി. എന്റെ കച്ചവടം മുഴുവൻ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയായല്ലോ.
ഇവന്മാരുടെ ഈ സ്പെഷ്യൽ തന്തൂരി റൊട്ടിയുടെ കച്ചവടം തുടങ്ങിയ പിന്നെ എന്റെ ഹോട്ടലിന്റെ കാര്യം കഷ്ടത്തിലായി. ഇവരുടെ ഈ തന്തൂരി റൊട്ടി ഇത്ര വിറ്റ് പോകാനായി ഇവരിതിൽ എന്ത് സ്പെഷ്യൽ റെസിപ്പി ചേർത്ത ആൾക്കാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ രഹസ്യം ഞാൻ കണ്ടെത്തിയേ മതിയാകൂ. ധീരജ് സുരേഷിന്റെയും മുകേഷിന്റെയും രമേഷിന്റെയും സീക്രട്ട് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അവൻ ഒരു ദിവസം രാവിലെ തന്നെ അവരുടെ കിച്ചണിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോഴയാൾ കണ്ടു ജിന്ന് തന്റെ അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തു വരുന്നതും ജിന്ന് തന്നെ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നതും. ഓഹോ, ഇതാണല്ലേ ഇവരുടെ രഹസ്യം. ഇനി ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ആ ജിന്നിനെ ഞാൻ സ്വന്തമാക്കിയെടുക്കും. പിന്നെ അവൻ എന്റെ അടിമയാവും. അങ്ങനെ ഞാനൊരു പണക്കാരനായി മാറും. അന്ന് രാത്രിയിൽ ധീരജ് രമേഷിന്റെയും സുരേഷിന്റെയും മുകേഷിന്റെയും കടയിൽ ഒളിച്ചു കയറി ജിന്നിന്റെ മാന്ത്രിക വിളക്ക് അവിടെ നിന്നും തട്ടിയെടുത്ത് സ്വന്തം ഹോട്ടലിലേക്ക് പോയി. ഇനി കാണാം കാര്യങ്ങൾ. ധീരജ് ആ വിളക്കിൽ ശക്തമായി തടവി. എന്നാൽ അതിൽ നിന്നും ജിന്ന് പുറത്തേക്ക് വരുന്നതിന് പകരം തീയാണ് വന്നത്. അവന്റെ ഹോട്ടൽ മുഴുവനും തീ ആളിക്കത്താൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ വിളക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പേടിച്ച് രമേഷിന്റെയും സുരേഷിന്റെയും മുകേഷിന്റെയും കടയിലേക്ക് ഓടി. രക്ഷിക്കണേ, രക്ഷിക്കണേ, തീ പിടിച്ചേ, തീ പിടിച്ചേ, രക്ഷിക്കണേ. ആ കരച്ചിൽ കേട്ട് അവർ 3 പേരും ഓടി വന്നു. എന്നിട്ട് ആ തീയിലേക്ക് വെള്ളമൊഴിച്ചു. എന്നാൽ എത്രയൊക്കെ വെള്ളമൊഴിച്ചിട്ടും ആ തീ കെടുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട മുകേഷ് ധീരജിനോട് പറഞ്ഞു, എടോ ധീരജെ, ഇത് എന്ത് കാരണമാ ഇത്രയും തീ വന്നത്? എന്ത് ചെയ്തിട്ടും കെടുന്നില്ലല്ലോടോ. ഇതൊരു പ്രത്യേകതരം തീയാണെന്ന് തോന്നുന്നു. ധീരജിന് അവരോട് സത്യം പറയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അവരോട് എല്ലാ കാര്യങ്ങളും വള്ളിപ്പുള്ളി പോലും വിടാതെ പറഞ്ഞുകൊടുത്തു. അവരുടെ അത്ഭുത വിളക്ക് മോഷ്ടിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവർ 3 പേർക്കും ഒരു കാര്യം മനസ്സിലായി. ജിന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ധീരജിന്റെ ഹോട്ടൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. എടോ ധീരജെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മോഷണത്തിനുള്ള ഫലം ഇത് തന്നെയായിരിക്കും. നിക്ക്, ഞാൻ പോയി ആ ജിന്നിന്റെ ദേഷ്യം തണുപ്പിക്കാൻ നോക്കട്ടെ. സുരേഷ് പെട്ടെന്ന് തന്നെ ഓടി ധീരജിന്റെ ഹോട്ടലിനകത്തേക്കെത്തി. എന്നിട്ട് ജിന്നിന്റെ അത്ഭുത വിളക്കെടുത്ത് പുറത്തേക്കെത്തി. എന്നിട്ട് ജിന്നിനെ വിളിച്ച് ശാന്തനാകാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ 3 പേരും അങ്ങനെ പറഞ്ഞ് ജിന്ന് ശാന്തനായി മാറി. ജിന്ന് ശാന്തനായി മാറിയതോടെ ധീരജിന്റെ ഹോട്ടലിലെ തീയും അണഞ്ഞു. അതോടെ അത്ഭുത വിളക്കിലേക്ക് ജിന്ന് വീണ്ടും കയറി. ആ വിളക്കും കൊണ്ട് സുരേഷ് തങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. അതോടെ ധീരജിന് മനസ്സിലായി, മറ്റുള്ളവരുടെ നന്മ നമുക്കൊരിക്കലും മോഷ്ടിക്കാനാവില്ലെന്ന്. കൂടാതെ തന്റെ ഹോട്ടലിൽ അയാൾ കുറച്ചുകൂടെ അധ്വാനിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു. രമേഷും സുരേഷും മുകേഷും ജിന്നിന്റെ സഹായത്തോടെ സുഖമായി ജീവിച്ചു.